വിശദമായ വാർത്തയിലേക്കാണ്. ഹോർമൂസ് വീണ്ടും അടച്ച് ഇറാൻ. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇറാൻ. ലബനിലേക്ക് ആക്രമണം തുടരുകയാണെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഇറാൻ. വിസ്മയ പ്രകാശുണ്ട് വിവരങ്ങളുമായി. വിസ്മയ, ഏതായാലും വെടിനിർത്തൽ കരാർ അടക്കം നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ലബനിലേക്കുണ്ടായ ആക്രമണത്തെ തുടർന്നാണോ ഇപ്പോൾ ഇറാൻ നടപടി കടുപ്പിച്ചിരിക്കുന്നത്? മണിക്കൂറുകൾക്ക് മുൻപ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ധാരണാപത്രം, ഈ ഒരു വെടിനിർത്തൽ കരാർ പത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് കാരണം ഈ ഒരു ഇസ്രയേൽ ലബനിലേക്ക് നടത്തിയ കടുത്ത ആക്രമണം എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതായത് ഇന്ന് പുലർച്ചെ അടക്കം ഇസ്രയേൽ ലബനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഈ ഒരു ലബനിലേക്കുള്ള ആക്രമണം നടത്തരുത് എന്നുള്ളൊരു കാര്യം കൂടെ ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ലബനനിലേക്കുള്ള ആക്രമണം നടത്തരുത്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകരുത്, ആ ഒരു ആക്രമണം നിർത്തണം, അതുപോലെ തന്നെ ഈ ഒരു ഇറാൻ്റെ മരവിപ്പിച്ച സ്വത്തുകൾ വിട്ടു നൽകണം എന്നിവ ഉൾപ്പെടെയായിരുന്നു ധാരണാപത്രത്തിലെ ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു തീരുമാനത്തിലെ ലംഘനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ലംഘനം, ആ ഒരു ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടക്കും എന്നുള്ളൊരു കാര്യം. എന്തായാലും ഈ ഒരു തീരുമാനത്തോടു കൂടെ വലിയൊരു സംഘർഷത്തിലേക്കാണ് വീണ്ടും ഈ ഒരു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വീണ്ടും സംഘർഷത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് പുലർച്ചെ തന്നെ ലബനനിലെ, അതായത് തെക്കൻ ലബനനിലെ പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. അതിൽ 32ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം അടക്കമായിരുന്നു പുറത്തു വന്നിരുന്നത്. ഒരു നെബാദിയ എന്ന് പറയുന്ന ഒരു മേഖലയിലായിരുന്നു ഇത്തരത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നത്. അതിൽ കുറേ കെട്ടിടങ്ങളും വീടുകളും അതുപോലെ തന്നെ പരിക്കേറ്റവർ ഉൾപ്പെടെയുണ്ട്. അതുപോലെ തന്നെ 32 പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഒരു തീരുമാനം ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും അതിന് തിരിച്ചടിയല്ല, അതിന് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലെ തന്നെ ഒരു കടുത്ത നടപടിയാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇറാൻ്റെ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വിറ്റ്സർലാൻഡിൽ ഒരു ചർച്ച നടത്താനുണ്ട്. അതുപോലെ തന്നെ US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു വിവരവും കൂടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്മയിൽ ബഗായും കൂടെ ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ചർച്ചക്കായി സ്വിറ്റ്സർലാൻഡിലേക്ക് നേതാക്കൾ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ ഒരു ചർച്ച, ഈ ഒരു കാര്യത്തിൽ ഒരു ചർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും JD വാൻസ് ഉൾപ്പെടെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അതായത് ജനീവയിൽ ഇന്നൊരു ചർച്ച നടത്താൻ ഇരുന്നിരുന്നു. എന്നാൽ ഈ ഒരു ഇസ്രയേലിൻ്റെ ലബനനിലേക്കുള്ള ആക്രമണത്തിന് പിന്നാലെ, ആ ഒരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു ചർച്ച റദ്ദാക്കിയത്. JD വാൻസ് ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടക്കുമെന്നുള്ളൊരു കാര്യം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് JD വാൻസ് അടക്കമുള്ള സംഘങ്ങൾ പുറപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ലഭിക്കുന്നത്. ശരി, വ്യക്തമാണ്. വിസ്മയാണ് വിവരങ്ങൾ നൽകിയത്.